so true, more than I planned. Every dream I ever knew led me right to you. You shine so bright, my love, tonight. My heart belongs to you for life. Through every joy, through every fight, I'll stand forever by your side. Through the years, when we look back, all we need will never lack. With every step, with every smile, you make my life worthwhile. No matter what tomorrow brings, you're my heart, my everything. With every breath, with every vow, I love you more somehow. You shine so bright, my love, tonight. My heart belongs to you for life. Through every joy, through every fight, I'll stand forever by your side. No matter what tomorrow brings, you're my heart, my everything. With every breath, with every vow, I love you more somehow. You shine so bright, my love, tonight. My heart belongs to you for life. Through every joy, through every fight, I'll stand forever by your side. Another night I'm all alone, staring at the shadows on the wall. Every memory cuts so deep, like a fire I can't control. How do I breathe when you're not here? How do I fight back all my tears? Every road just feels so wrong. I can't believe that you're gone. I can't find my way without you. Every step just leads me back to pain. I was lost in love, now I'm drowning. Tell me how to live again. Every song still calls your name, but the echoes fade into the rain. I reach for you, but you're not there. Only silence fills
find my way without you. Every step just leads me back to pain. I was lost in love, now I'm drowning. വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ശ്രീ സജിമോൻ സാറിനാണ്. സാർ സ്വാഗതം. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ബോട്ടണി അധ്യാപകൻ ശ്രീ ജോലകൽ സാറാണ്. അടുത്തതായി ശ്രീ അനിൽ സാറാണ്. ഈശ്വര പ്രാർത്ഥനയാണ് നേരാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സത്യരാജനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് സ്നേഹവനം ആദ്യമായിരിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 2019 ആരംഭിച്ച ചങ്ങാതിക്കൂട്ടം എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് 2001-2003 ബാച്ചിന് ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം 2025 അല്ലെങ്കിൽ 2026 ജനുവരി മാസം ഈ 2-ാം തീയതി ഇവിടെ കൂടി വരും ഇടയാക്കിയത് എന്നതിൽ അതൊരു വസ്തുതയാണ്. ഇതിന് പിന്നിൽ അധ്വാനിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിലേക്ക്, പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടുന്നതിലേക്ക് ഈ വേദി ഒരുക്കിയ പ്രിയപ്പെട്ടവർ, നമ്മൾ പഠിച്ച സ്കൂളിലെ അധ്യാപകർ, നമ്മളൊപ്പം പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മളൊപ്പം പഠിച്ച കൂട്ടുകാർ, എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ലഭിച്ച ഈ ഒരു അവസരം. ഈ ചങ്ങാതിക്കൂട്ടം ജനുവരി മാസം 2-ാം തീയതി കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 2-ാമത്തെ ബാച്ചാണ്. 2000-ലാണ് +2 ആരംഭിച്ചത്. 2-ാമത്തെ ബാച്ചായിട്ടാണ് 2001-2003 ബാച്ച് സയൻസിൽ 4 ഡിവിഷൻ, ഹ്യൂമാനിറ്റീസിൽ 2 ബാച്ചായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിലെ പ്രിൻസിപ്പളായിരുന്നു ആദ്യ സാറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പഠനകാലത്തെ 1 ടീച്ചർ പ്രിൻസിപ്പളായിട്ട് കടന്നു വന്നു. ഏറെ സ്നേഹത്തോടെ അന്നത്തെ കാലഘട്ടങ്ങൾ ഓർമ്മിക്കുകയാണ്. ഓർമ്മകളിൽ നിന്ന് മധുരമുള്ളതാണ്, അതിനേക്കാളും മധുരമുള്ളതാണ് ഇന്നിവിടെ കൂടി വന്ന ഈ ഓർമ്മകൾ. വ്യത്യസ്തമായിട്ട് നമ്മൾ അന്ന് പഠിച്ചു, വ്യത്യസ്ത ക്ലാസ്സിൽ പഠിച്ചു. പക്ഷെ ഇത് പല മേഖലകളിലായിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ഈ ചങ്ങാതിക്കൂട്ടത്തിന്റെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കടന്നു വന്നത് ആ കാലഘട്ടത്തിൽ 2003 പ്രിൻസിപ്പളായിട്ട് നമ്മുടെ സ്കൂളിലെ ചാർജ് വഹിച്ച മരീഷിന്റെ ടീച്ചറാണ്. ടീച്ചറെ കണ്ടപ്പോൾ അന്നിന്നും ടീച്ചർ ഒരുപാട് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കടന്നു വന്നു. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും നിങ്ങളുടെ ഓരോരുത്തരും പേര് ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഏറെ സ്നേഹവും ബഹുമാനമുള്ള സജിമോൻ സാറിനാണ്. നമ്മുടെ ഏതൊരു പ്രിയപ്പെട്ട അധ്യാപകനാണ്. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും സജിമോൻ സാറിനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടെ ജിയാനി സാറിനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് പറയണം. നമ്മുടെ ജോലി സാറിനെ മഞ്ജുഷിപ്പിക്കണം. ബോട്ടണി ടൂർ മറക്കത്തില്ല. അന്നത്തെ ടൂർ, അത് കഴിഞ്ഞ സാറിന്റെ കല്യാണം, ഒന്നും മറക്കാൻ കഴിയത്തില്ല. ആ പറഞ്ഞ കാലയളവിൽ ഏറെ എല്ലാവരുടെ മനസ്സിൽ ഒളിഞ്ഞു തെളിഞ്ഞു വരുന്ന മുഖങ്ങളാണ് ജോലി സാറിനെ മഞ്ജുഷിപ്പിച്ചത്. എന്നാലും പ്രിയപ്പെട്ടവരുടെ കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മോടൊപ്പം ആയിരിക്കുന്നു. 2 പ്രിയപ്പെട്ടവരും ജോലിലാൽ സാറിനെയും മഞ്ജുഷിപ്പിച്ചതിന് ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് പ്രീത ടീച്ചറാണ്. ഞാൻ കണ്ടപ്പോൾ ടീച്ചറിന് വലിയ മാറ്റങ്ങളൊന്നും ഇരിക്കുന്നു അല്ലേ ടീച്ചർ? പറഞ്ഞില്ല സ്വാഗതം ടീച്ചർ. ഇംഗ്ലീഷ് ടീച്ചറാണ്. നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ട് ഇംഗ്ലീഷ് ക്ലാസ് കൈകാര്യം ചെയ്ത് നന്നായിട്ട് പഠിപ്പിച്ചു. എല്ലാവരെയും നന്നായിട്ട് സ്നേഹിച്ചു, നമ്മൾ കരുതി. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തപ്പോൾ ഏറെ സ്നേഹത്തോടെ ടീച്ചർ കടന്നു വന്നു. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടും ടീച്ചറെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു.
അടുത്തതായി സഹോദരന്റെ ശീല ടീച്ചറാണ്. ശീല ടീച്ചർ അന്ന് ഇന്ന് പമ്മിയിരിക്കുമ്പോൾ വളരെ കൂടുതൽ സംസാരിക്കത്തില്ല, എന്നാൽ ചിരിക്കും. ടീച്ചർ ഇന്നും ഈ കൂട്ടായ്മകളുണ്ട്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തിന് ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പമായിരിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകനാണ്. എൻ്റെ തോന്നുന്നു നമ്മുടെ ബേസിൽ സെക്കൻഡറി പഠിക്കും. ഇതൊരു സാറിനെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസിക്കുന്നത് സന്തോഷ് സാറാണ്. നമ്മുടെ കെമിസ്ട്രി അധ്യാപകനാണ്. അന്ന് സാർ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് ഓർമ്മമാണ്. തമിഴും മലയാളം കലർത്തിന് സംസാരിച്ചു. ഇന്ന് സാർ മലയാളം നന്നായിട്ട് പഠിച്ചു. സാർ നന്നായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ അന്ന് ഒന്നും അങ്ങനെ ആയിരുന്നില്ല. എന്നിരുന്നാലും നന്നായിട്ട് പഠിപ്പിക്കും. ഒരു ക്ലാസ് എടുത്താൽ എല്ലാവരും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും. നന്നായിട്ട് നിന്ന ഒരു അധ്യാപകനായിരുന്നു. സാറിന് ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ കൂട്ടായ്മയിലേക്ക് അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ജേക്കബ് സാറാണ്. കെമിസ്ട്രി അധ്യാപകനാണ്. നമ്മളൊപ്പമായിരിക്കുന്നു. സാർ വളരെ നേരത്തെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നു. നന്നായിട്ട് നമ്മൾ അന്ന് പഠനകാലങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടുന്ന അധ്യാപകനാണ്. സ്നേഹമുള്ള ജേക്കബ് സാറിന് ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, ഞാനിവിടെ ഒന്ന് സ്വാഗതം പറയാൻ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ പിന്നിൽ അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. ഇതിങ്ങനെ ഒരു പ്രോഗ്രാം നിശ്ചയിച്ച ദിവസം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇത് നടത്തുന്നതിന് വേണ്ടി എത്രയോ ദിവസങ്ങൾ രാത്രിയില്ലാതെ പകലില്ലാതെ ഇതിന് വേണ്ടി അധ്വാനിച്ച ഇതിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അത് നേതൃത്വം കൊടുത്ത ബൈജുണ്ട്, നമ്മുടെ അഖിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷാമുണ്ട്, രഞ്ജിത്തുണ്ട്, പേര് പറയുന്നില്ല. ഇതിൽ പിന്നിൽ അധ്വാനിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയുടെ നേതൃത്വം വഹിച്ച ആ 17 അംഗ സബ് കമ്മിറ്റിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോട് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നമുക്ക് ഇങ്ങനെ അവസരം ഒരുക്കിയുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അത് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്തത് നിങ്ങൾ ഓരോരുത്തരെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, എല്ലാം പഠിച്ച കാലങ്ങളിൽ ഓർമ്മയുള്ള കാലഘട്ടമാണ്. ഇന്ന് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോരുത്തരും വന്നു, പ്രത്യേകിച്ച് ഏകദേശം ഒരു 50% കുടുംബമായിട്ടാണ് വന്നത്. വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടു കൂടെ നമ്മൾ ഈ പ്രോഗ്രാം അറിയിച്ചപ്പോൾ തിരക്കുകളുടെ മധ്യം വിദേശക്കാരുന്നവരുണ്ട്, ദൂരദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റ് ജില്ലകളിലാകുന്നവരുണ്ട്, തൃശ്ശൂരിൽ വരെ ഈ പ്രോഗ്രാം കടന്നുവന്നവരുണ്ട്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും ഈ കൂട്ടായ്മയിലേക്ക് കടന്നുവന്ന നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഈ ചങ്ങാതി കൂട്ടം എന്ന ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ല സ്നേഹം അറിയിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചറെയും മറ്റുള്ള അധ്യാപകരെയും ക്ഷണിക്കുന്നു. ഒരു നല്ലൊരു ആഘോഷങ്ങൾ പഠിക്കുകയും +2 വിദ്യാഭ്യാസം അവിടെ പൂർത്തിയാക്കുകയും തുടർന്ന് വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ പൂർത്തിയാക്കി ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ സ്വയോടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ കൂടിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഇത്തരത്തിലൊരു കൂടിവരലിന് 25 വർഷങ്ങൾക്ക് ശേഷം ഇടയാക്കിയത് ദൈവത്തിന്റെ കൃപ തന്നെയാണ്. ദൈവം ഉള്ളവർക്കുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ കൂടിവരലിനെ കാണുന്നത്. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഞാനൊരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, വ്യക്തമായി മനസ്സിലാക്കിയത്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് 5 മക്കൾ ഇപ്പോൾ ഭൂമിയിൽ ഇല്ല എന്നുള്ളത്. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ നമ്മുടെ ഈ സന്തോഷത്തിന്റെ ഈ ഒരു സമയത്ത് അവരെ ഞാൻ ഓർക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഈ 5 കൂട്ടുകാരെയും ഒക്കെ മൗനമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഭയങ്കര മെച്ചുവറായി പോയി. 2001 എനിക്ക് കൂടി പൊടിച്ചത് ഞാനിങ്ങനെ ഓരോരുത്തരെ നോക്കിയായിരുന്നു. അന്നത്തെ കൂടുന്നതിൽ ഒന്നാമതായ ആൾക്കാരെ ഞാൻ വളർത്തുന്നില്ല. അത് ശരിയായിട്ട് ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വിചാരിച്ചു ചിലപ്പോഴ് മാതൃകയൊക്കെ ഞാൻ ഒന്ന് കൂടി തുടങ്ങുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഒരു 2001 കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം അധ്യാപന ജീവിതത്തിന്റെ തുടക്കക്കാരായിരുന്ന സമയമാണ്. ഞാനൊരു മോഡിറ്റർ സ്കൂളിലെ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് 95 സ്കൂളിൽ എനിക്ക് UP സ്കൂൾ ടീച്ചറായിട്ട് ജോലി കിട്ടുന്നു. അടുത്ത 97 ഹൈസ്കൂൾ ടീച്ചറായി, 2000 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായി. എന്നെ നന്നായിട്ട്, അതായത് ഒരു അധ്യാപിക എന്ന നിലയിലുള്ള എന്റെ ഫോർമേഷന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ മക്കളാണ് നിങ്ങൾ. ഞാൻ എപ്പോഴും വലിയൊരു വിദഗ്ധ അധ്യാപികയൊന്നും അല്ലായിരുന്നു. കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലായാലും എല്ലാത്തിലായാലും ഒരു തുടക്കക്കാരിയായിരുന്നു. ആ സമയത്തെല്ലാം ഇതിലുണ്ടായ അപാകതകളെല്ലാം മറന്നുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു. അതിന് നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ നന്ദി പറയുകയാണ്. ജീവിതത്തില് നിങ്ങൾ ഇന്നോളമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ട്രഗിള് നിങ്ങൾ അതിജീവിച്ചവരാണ്. എളുപ്പമൊന്നുമല്ല ഇത്രയും കാലം ഇങ്ങനെ നന്നായി ജീവിച്ചു വരിക എന്നുള്ളത്. അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്തു. വിദ്യാഭ്യാസ കാലഘട്ടമായാലും ഈശ്വര കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ അതിജീവിച്ചു. എന്നാൽ നല്ല കുടുംബക്കാരായിട്ട്, നല്ലൊരു സമൂഹത്തിന് പൗരബോധമുള്ളവരായിട്ട്, അങ്ങനെ ഒരു ഉത്തമനായ ഒരു രീതിയിൽ നിങ്ങൾ കൂട്ടുകാർ പരസ്പരവും വീട്ടുകാർക്കൊക്കെ ഉപകാരപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. വന്ന വഴിയൊന്നും മറന്നിട്ടില്ല. അതാണ് ഞങ്ങളെയൊക്കെ നിങ്ങൾ ഓർമ്മിച്ചത്. 25 വർഷം മുമ്പ് ഉള്ള ഞങ്ങളെയൊക്കെ നിങ്ങൾ ഓർമ്മിച്ചത്. ഞങ്ങളെ നിങ്ങൾ കൂടെ കൂട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ കൃപയായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട്. ജീവിച്ചു പോകാൻ ആവശ്യമായ ശിഷ്ടകാലത്തേക്കുള്ള എല്ലാ കൃപകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഇന്നോളം നിങ്ങളെ വഴി നടത്തിയ ഈശ്വരൻ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒക്കെയാണ്. അന്ന് ഒരു കുട്ടി എന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും ആ ഒരു കുട്ടിയെ കാണാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവന് വേണ്ടി നിർവഹിച്ചു കൊടുക്കേണ്ട കടമകൾ എന്താണെന്നുള്ള ഉത്സാഹം ആദ്യമാണ് എനിക്ക്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ ആയിരുന്നത്. ഇനിയിപ്പോൾ 2 വർഷം പഠിച്ച് ഇവിടെ ഇറങ്ങുമ്പോൾ പുനർ പഠനത്തിന് ഇവരുടെ സർട്ടിഫിക്കറ്റ് വരേണ്ട മാർക്കുകളെ പറ്റിയുള്ള വലിയൊരു ആദ്യം എനിക്ക് ഉണ്ടാവുമായിരുന്നു. ഇന്ന് ഇരിക്കുന്ന രീതിയിൽ അന്നെനിക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് കുറച്ചുകൂടെ നന്നായിട്ട് അന്ന് പെരുമാറുമായിരുന്നു. നിങ്ങളെല്ലാം ഇങ്ങനെ ആയി തീരുമെന്നുള്ള ഒരു കണക്കുകൂട്ടലേക്ക് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ഉള്ളിലെ ആ ഒരു ടെൻഷനൊക്കെ ഞാൻ അന്നേ പറയുമായിരുന്നു. എന്തായാലും നിങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കുക എന്നുള്ളത് എൻ്റെ പേര് ദൈവത്തിനുള്ള വലിയൊരു കൃപയാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 119 വർഷമായി നമ്മുടെ സ്കൂള് നാട്ടിൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തർക്കും PKS കുടുംബത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായ നിങ്ങൾ ഓരോരുത്തർക്കും ആശംസകളും നന്ദികളും അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനും കൂടെ നന്ദി പറയുന്നു. അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഇവിടെ എക്കണോമിക്സ് അധ്യാപകൻ കൂടിയായ ശ്രീ സജിമോൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുടുംബങ്ങളെ, അനൗദ്യോഗികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നതിന് ഒട്ടും ഔപചാരികത ഇല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കുറച്ചെങ്കിലും ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് എന്റെ നാട്ടിലെ ക്രിസ്മസാണ്. ആ ക്രിസ്മസ് 25, 26 തീയതികളിൽ മാത്രം ഒതുക്കി കൂടിയിട്ട് എന്റെ കൂടെ 1986 SSLC പഠിച്ച നിങ്ങളെ പോലെയുള്ള കൂട്ടുകാരുടെ കൂട്ടായ്മ പോലും വേണ്ടെന്ന് വെച്ച് ഇന്നലെ ഞാൻ ലേറ്റായി തിരുവനന്തപുരത്ത് എത്തിയതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധോടെ കേട്ടിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത്
നമ്മൾ പലരും പ്രതീക്ഷിക്കുമെന്ന് പറയുന്നത് എന്നാൽ പറയാത്തതുമായ ഒരു മാർഗമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഐ ലവ് യു ഓൾ. ഐ ലവ് യു ഓൾ. നിങ്ങള് ഞാനിവിടെ വന്ന് കണ്ട കുറച്ച് കുട്ടികളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയായിരുന്നു, സാറ് എക്കണോമിക്സിന്റെ റിവിഷൻ തുടങ്ങുമ്പോ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല, ഉത്തരം അറിയാം, എണീപ്പിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നതോടുകൂടി തന്നെ അവരുടെ ആൻസർ തീർന്നു കഴിഞ്ഞു. കാലം വളരെ മാറി. ഇന്ന് ബെഞ്ചിൽ ചമ്പ്ര പണിതിരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എണീക്കാൻ പാടായതുകൊണ്ട് അവർ ഗുഡ് മോർണിംഗ് പറയാറില്ല. കാരണം ചമ്പ്രം പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് എണീക്കാൻ പറ്റുന്നില്ല, രാവിലെ കയറി എണീക്കാൻ പറ്റുന്നില്ല, അപ്രൈസും ആക്ടിവിറ്റീസും ആരെങ്കിലും വരുമ്പോൾ അവർ എണീക്കാറില്ല. കാലം വളരെ മാറിയെന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. 2001, 2003 കാലഘട്ടത്തിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഇന്ന് പഠിക്കുന്ന കുട്ടികൾ, ഈ ഇരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ നമ്മുടെ അന്തരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ നിലനിൽക്കാൻ പാടുപെടുന്ന ഈ മാറ്റത്തിനൊപ്പം ഏറ്റവും കൂടുതൽ നിലനിൽക്കാൻ പാടുപെടുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. ഒരുപക്ഷെ അധ്യാപകരെ സംബന്ധിക്കണമെന്നില്ല, കാരണം എന്റെയും കൂടെയുള്ളവരുടെ വിചാരം നമ്മൾ അപ്ഡേറ്റഡ് ആണ്. നമ്മൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ല. നമ്മളെക്കാൾ ഫാർ ബെറ്ററായ, വളരെ മാസ്റ്ററായ കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറം നിൽക്കുന്ന, വളരെ വിട്ടുപിടിക്കലായ, ചുറുചുറുക്കുള്ള, വളരെ കഴിവുള്ള വിദ്യാർത്ഥിനികളാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. അവർക്ക് നമ്മളെ ഇഷ്ടമില്ല എന്നതിന്റെ കാരണം പലതാണ്. ഒരുപക്ഷെ എന്റെ മോന് +2 സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ്. ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. കാരണം +2 ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് അവനെ സംസാരിക്കും. അപ്പൊ ഞാൻ അവനോട് ചോദിക്കാറുണ്ട്, നീ +2 പഠിക്കുന്നത്, എന്താ പറയടാ, ഇങ്ങനെയുണ്ട് സാറന്മാരൊക്കെ, ടീച്ചർമാരൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ അവനോട് ചോദിക്കുക. അവൻ വളരെ ഓപ്പൺ ആയിട്ട് എന്നോട് പറയാറുണ്ട്, എന്നുവെച്ചാ ഞങ്ങൾക്ക് അതിൽ പലരെയും ഇഷ്ടമില്ല. അവനെ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഞങ്ങൾക്ക് പലരെയും ഇഷ്ടമില്ല. കാരണം അതോർമ്മിക്കട്ടെ, ഇന്നലെ എന്നോട് പറഞ്ഞു, അവിടുത്തെ ജോയിന്റ് കോൺസാർ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിച്ച അധ്യാപകൻ ഈ വർഷം റിട്ടയർ ആയി. സാറിന് അവരുമായിട്ട് ഭയങ്കര കുറെ ഭയങ്കര ഇഷ്ടമാണ്. സാർ നല്ലതായി പഠിപ്പിക്കും. അപ്പൊ സാറിന് എന്താണ് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്? 10,000 രൂപയ്ക്കുള്ള ഒരു ഗിഫ്റ്റ് എന്ത് വാങ്ങിച്ചു കൊടുക്കാം എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫോണോ മറ്റു സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, സാർ എങ്ങനെയാണ്, സാറിന്റെ അപ്പിയറൻസ് ഒക്കെ എങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, സാറ് കയ്യിൽ വെച്ചിരിക്കുന്ന ഗിഫ്റ്റിന് ഒരു 5,000 രൂപ, സാറിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പേനയ്ക്ക് ഒരു 3,000 രൂപ, അത് സാറിന് പറയുന്നത് ചോദിക്കുക. സാറിന് പാൻറ്റിന് ഒരു 4,000 രൂപ, ഷൂ ഒരു 10,000 രൂപ, ഷർട്ട് 4,000 രൂപ. ഡെയിലി സാർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പാടാണല്ലോ മോനെ, 10,000 രൂപയ്ക്ക് നീ എന്ത് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, നീ സാറിന്റെ ഷർട്ടിന്റെ സൈസ് ചോദിച്ചിട്ട് ഒരു 5,000 രൂപയ്ക്കാണെങ്കിൽ ഇതിന്റെ ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുക, സാർ ഇടാൻ സാധ്യതയില്ല എന്നാലും എന്ന് പറയുന്ന. അപ്പൊ പല പല ഘടകങ്ങളുണ്ട്. നമ്മുടെ അഭ്യർത്ഥന മോശമായതുകൊണ്ടോ, നമ്മുടെ അറിവ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. 40-45 വയസ്സ് കഴിഞ്ഞ് പ്രായമായതുകൊണ്ട് നിങ്ങൾക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ആരോടാണ്? നമ്മുടെ കൂട്ടുകാരാണ്. നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആരോടാണ്? നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ ഇത്രയും പൈസ കൊടുത്ത്, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചുവെങ്കിൽ, 6 മണിക്കാണ് ഈ ഹോൾ കാലി ചെയ്തെങ്കിൽ 6 മണി വരെ നിങ്ങളുടെ വട്ടത്തിലിരുന്ന് വർത്തമാനം പറയും. കാരണം അതേ നമുക്ക് ഓർക്കുവാനുള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ തിരക്ക് കാരണം ഓടി നമുക്ക് പോയിട്ട് അവിടെ ഒന്നും ചെയ്യുവാനില്ല, ചെയ്യുവാനുണ്ടെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം. ഞങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ എന്തിനു ചെയ്യണമെന്ന് നിങ്ങളിവിടെ പരമാവധി സമയം സ്പെൻഡ് ചെയ്യുക. Once again, I would like to say that we love you all. We will consider you. Okay, we are so much concerned about. ഞാൻ കൈ കൊടുത്ത പരിചയപ്പെട്ട വ്യക്തി സന്തോഷമാണ് പറയുന്നത്. പരിചയപ്പെട്ട നമുക്ക് ആദ്യം വർത്തമാനം പറഞ്ഞ എല്ലാവരും തന്നെ ജോലിയുണ്ട്. എവിടെ കൃത്യമായി പറയാൻ ഒരു ജോലിയുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് സ്കൂളിൽ പുറത്തുണ്ടായ അവിടെ നടക്കുമ്പോ പലരും ഓടി വന്നിട്ട് കയ്യിൽ പിടിച്ച് സാറേ ഒരു ജോലി കിട്ടി.
എനിക്കൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്കും ഈ ഇരിക്കുന്ന എല്ലാവർക്കും അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. മറ്റു ജോലികളെ അപേക്ഷിച്ച് ഭയങ്കര സംതൃപ്തിയുള്ള ഒരു ജോലിയാണ്. പ്രവീണും റോമിയും ഒക്കെ ഇരിപ്പുണ്ട്. 2003 ബാച്ചുകളിലെ സസ്യദാസും ഒക്കെ ഉണ്ട്. അന്ന് ടൂറുമായിട്ട് വണ്ടി തട്ടിയതും വേറൊരു വണ്ടി പിടിച്ച് നമ്മൾ എത്തിയതും നമ്മുടെ കയ്യിലെ പൈസ തീർന്നു പോയതും ഒക്കെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. വിഷിംഗ് യു ഗുഡ് ലക്ക്, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്, വിഷിംഗ് യു ഓൾ ദി ടൈം ബെസ്റ്റ്. താങ്ക് യു. സന്തോഷസൂചകമായിട്ട് മനോഹരമായി മനോഹരമായ ഒരു കേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി അധ്യാപകരെ കൂടെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഒരു ഗാനമാണ്. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കളിനിഴലിൻ കൈത്തുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമെഴി നീർക്കണമായ, ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമെഴി നീർക്കണമായ, ൊരു നവകനക കിരീടമിതണിയുമ്പോ എന്തിനാ ചൂടി.
ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായൊഴുകിയ ഞാൻ. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായൊഴുകിയ ഞാൻ. മധുരിയ മുരളിയിലൊരു യുഗസംക്രമഗീതയുണർത്തുമ്പോൾ ഇന്നിതാ ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. നമ്മുടെ അധ്യാപകരെ ആദരിക്കലാണ്. ആദ്യമായി നമ്മുടെ പ്രിൻസിപ്പലായിരിക്കുന്ന മരിയൻ ടീച്ചറെ ക്ഷണിക്കുന്നു. അടുത്തതായി ടീച്ചറിന് മൊമെന്റോ നൽകുന്നത് അജയ്. പ്രീത ടീച്ചറിന് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി ദീപുവിനെയും പൊന്നാട അറിയിക്കുന്നതിന് വേണ്ടി ഗവീരിയെ ക്ഷണിക്കുന്നു. അവന്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമാണ് അവന്റെ പേരിനെ അവിടെ ചേർക്കേണ്ടി വന്നത്. മഞ്ജുഷ ടീച്ചറിന് മൊമെന്റോ നൽകുന്നത് അനിലാസിനും പൊന്നാട അണിയിക്കുന്നത് വിജയ് വിൽസനുമാണ്. രണ്ടുപേരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രമോദ് സാറാണ്. പ്രമോദ് സാറിന് മൊമെന്റോ നൽകുന്നത് ശ്രീലതയും പൊന്നാട അണിയിക്കുന്നത് രഞ്ജുവാണ്. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഷീജ ടീച്ചറാണ്. ഷീജ ടീച്ചറിനെ ആദരിച്ച് മൊമെന്റോ നൽകുന്നത് ജ്ഞാനസെൽവം, പൊന്നാട അണിയിക്കുന്നത് വിജിത്തുമാണ്. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജേക്കബ് സാറിനെ മൊമെന്റോ നൽകി ആദരിക്കുന്നത് സുനന്ദയും, പൊന്നാട അണിയിക്കുന്നത് ജയദേവുമാണ്.
ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാമ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവരോ മറ്റാരും തന്നെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ആ വ്യക്തികളോട് ആ ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ ലോല മനസ്സിനെ കണ്ടാൽ നമുക്ക് ബാഹുബലി സിനിമയിലൊക്കെ അതുപോലെ ഭീകര ജീവിയായിട്ടൊക്കെ തോന്നുമെങ്കിൽ വളരെ പിഞ്ചു മനസ്സുള്ള ഒരു പയ്യനാണ്. അവനൊരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ക്ഷമിക്കണം ബൈജു, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. കണ്ടുപിടിക്കാമോ? സന്തോഷമാണ്. ആയിരത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആരും തന്നെ അറിഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം. കാരണം ഞാൻ ഒരു അധ്യാപക വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു PhD വില എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അവരെ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ആരും പരിഗണിക്കാനാണ്. അതുകൊണ്ട് സർവ്വവിദ്യ വെച്ചതാണ് അടുത്ത ആശംസാ പ്രസംഗങ്ങളാണ്, അധ്യാപകരുടെ മറുപടി പ്രസംഗങ്ങളാണ്. നമുക്ക് അനിൽ സാറിനെ ക്ഷണിക്കാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത് ഇവിടെ വരുത്തിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി. പക്ഷെ നമുക്കൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ്. രാവിലെ നമുക്ക് സ്കൂളിൽ നിന്നാണ് തുടങ്ങിയത്. ഞാനും വന്നപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും വന്ന് 98 ഒരു ഷർട്ട് അതൊന്നും സൂക്ഷിച്ചിട്ടുണ്ട്. 97 രൂപ കൊണ്ട് ഇന്നും എന്റെ കയ്യിലുണ്ട്. അത് നന്നായി ഞാൻ എത്ര വളർന്നാലും എത്ര വിശാലമായ ലോകത്ത് പോയാലും ഏത് ബെൻസ് വാങ്ങിയാലും ഒക്കെ ഏത് ലോകത്തിന് ഏത് അറ്റത്ത് പോയാലും അത്രയേറെ നൊസ്റ്റാൾജിക് ഫീലിംഗോട് കൂടിയാണ് ആ ശബ്ദമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ രാവിലെ എത്തിയത്. നിങ്ങളോടൊപ്പം ആ ക്ലാസ് റൂമിൽ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സയൻസ് ഭേദമൊന്നുമില്ല. കാരണം ഞാൻ കണ്ടതിൽ അത്ഭുതമായിട്ടുള്ള ഒരു നേട്ടം രഞ്ജുവിൻ്റെതാണ്. കാരണം സയൻസ് പഠിച്ചിട്ട് അതിന്റെ PhD തലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദരിക്കപ്പെട്ടത് രഞ്ജുവാണ്. അല്ലാതെ നമുക്ക് വെറും മെഡിക്കൽ സ്റ്റുഡൻസുകാരോ നഴ്സുകാരോ അല്ല എങ്കിൽ മറ്റു ശാസ്ത്ര മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാരോ ഉണ്ടോ എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് നമുക്ക് ജീവിതത്തിന്റെ നാനാ തുറകളിലും നമ്മൾ കണ്ടുമുട്ടിയ ആൾക്കാരുണ്ട്. നമ്മുടെ കരികുളം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി നയിച്ച പ്രൊപ്പ വന്നിട്ടില്ല. പിന്നെ മറ്റു ജനപ്രതിനിധികളായിട്ട് നിൽക്കുന്ന ധാരാളം പേരുണ്ട്. പിന്നെ പോലീസ് മേഖലയിൽ പിന്നെ ഒരു വിദ്യാർത്ഥി നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിലും സത്യരാജ്യം പഠിച്ചില്ല എങ്കിലും MA എടുത്തില്ല എങ്കിലും PhD എടുത്തില്ല എങ്കിലും ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CSI കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ ഡയറക്ടറായിട്ട് കാരണം ഇന്ന് ധാരാളം വിദ്യാർത്ഥികൾ അധ്യാപക പരിശീലനം കൊടുത്ത് നടക്കുന്ന സ്ഥാപനത്തിന്റെ പിന്നെ മാനേജറായിട്ട് പ്രവർത്തിച്ച കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പല വിഷയങ്ങളിലും നല്ല അധ്യാപകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു സ്ഥാപനം. എന്റെ വൈഫ് അവിടെയാണ് പഠിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞതുപോലെ ഞാനും വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ട് 27-28 വയസ്സിൽ ഞാനും ക്വാളിഫൈഡ് ആയിട്ട് കാഞ്ഞിരക്കുളം BKS ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ കോളേജ് അധ്യാപകനായിട്ട് നിങ്ങളെ പോലെ നിങ്ങളിന്ന് 42 അല്ലെങ്കിൽ 43 അത് 28 വയസ്സിൽ എന്റെ ജീവിത ഔദ്യോഗിക ഉപജീവന യാത്ര തുടങ്ങി. ഇന്ന് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം പലരുടെയും മുഖത്ത് കാണുന്നത് ചായകളുടെ ഐക്യമാണ്. അപ്പൊ അത്തരത്തില് അപ്പൊ തീർച്ചയായിട്ടും ചെറുപ്പം നമ്മുടെ ജീവിതത്തിന്റെ പക്വത പ്രാപിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്, അല്ലാതെ പ്രായം കൊണ്ടല്ല. കാരണം നമുക്കറിയാം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഗസ്റ്റായിട്ട് നമ്മൾ നിശ്ചയിച്ചത് ആദ്യം പ്രേംകുമാറായിരുന്നു. സർക്കാരിനോട് ചേർന്നായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പ്രേംകുമാറും നിഖിലും പിന്നെ മറ്റൊരാളും വിജിറ്റോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരിൽ നിന്ന് പഠിച്ച അവര് ജീവിത സർവകലാശാലയിൽ നിന്ന് പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഹിസ്റ്ററിയോ എക്കണോമിക്സോ പൊളിറ്റിക്സോ ഒന്നും അല്ല അവർ പറഞ്ഞത്. അവര് ഞാൻ കണ്ട എന്നോടൊപ്പം സഞ്ചരിച്ചപ്പോ ആ ജീവിതയാത്രയിൽ ജീവിതത്തിന്റെ മാസ്റ്റർമാരായിട്ട് യജമാനന്മാരായിട്ട് പല സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള A+ ജീവിതത്തിൽ A+ഓ അല്ലെങ്കിൽ AA+ഓ 3+ഓ വാങ്ങുന്ന ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന ആളായിട്ടാണ് എനിക്ക് ജീവിത വിജയത്തിൽ അതിനെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു കുടുംബക്കാരായിട്ട് പോയി നമ്മളിരുന്ന് പഠിച്ച ക്ലാസ് മുറികളിൽ നിന്ന് നമ്മളിരുന്നു. ഞാൻ പഠിപ്പിച്ച ബോർഡിൽ ഞാൻ ആവേശത്തോടെ എഴുതിയിട്ടു S1 മുതൽ S6 2001 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തില് ഏറ്റവും ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടുന്ന ചങ്ങാതി കൂട്ടം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഹ്യൂമാനിറ്റീസിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ആ മുറിയിലിരുന്ന് ആ സ്മരണയോട് ഒരുപക്ഷെ അവിടെ ഈ പരിപാടി നടത്തുന്നതിൽ കുറച്ചുകൂടെ ഒരു സിഗ്നസ്
പല മേഖലകളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുകയാണ്. ഇനിയും വിശാലമായിട്ടുള്ള ലോകത്തിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഊർജ്ജവും ഈ ഒരു പ്രസംഗവും ഇതൊരു പല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യമായിട്ട് ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട് തുടർന്നും വീണ്ടും കാണാനുള്ള പ്രത്യാശയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ നിന്ന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും പിന്നെ എല്ലാവർക്കും തന്നെ അതിനെ ഓർമ്മ നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയമായിട്ടുള്ള നന്ദി. നമസ്കാരം. ശ്രീ സാബു സാറിനെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സാറിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്, സാറിന് മഹത്വ നൽകി ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവീണിനെയും പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഷിബുവിനെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാബു സാർ നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ആദരണീയായ പ്രിൻസിപ്പൽ നിരീക്ഷകർക്ക് 1998 കാലഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രീഡിഗ്രിയായിരുന്നു നിലവിലുണ്ടായി. ആ പ്രീഡിഗ്രി നിന്നും പെട്ടെന്ന് തറച്ചുമാറ്റപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. +1, +2 ഇങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് +1, +2 പോകുന്നത്. 2007 സ്കൂളിൽ ആദ്യമായി +2 ആരംഭിക്കപ്പെട്ടില്ല. ആ സമയത്ത് ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്ന ശ്രീമാൻ സൈമൺ സാറിനെ സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 2 മാസക്കാലം വെക്കേഷനിലായാണ് സുമുഖൻ സാർ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. 2001 നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് ഒരു പ്രത്യേകമായ ക്രൈസിസിലൂടെ കടന്നുപോയ സമയത്ത് അന്ന് ആ സ്കൂളിന്റെ ഒരു ഭരണസാരഥ്യം എനിക്ക് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരു വശത്ത് 16 വയസ്സായ +1 വിദ്യാർത്ഥികൾ, അഡീഷണൽ ബാച്ച് 23 വയസ്സുള്ള ചെറുപ്പക്കാരായ അധ്യാപകർ, സീനിയർമാരായ അധ്യാപകർ, അങ്ങനെ സംഘർഷഭരിതമായ നാടുകളിലൂടെയാണ് ആ സ്കൂൾ ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ എനിക്ക് കുറച്ച് നാളെങ്കിലും ആ സ്ഥാപനത്തിന്റെ ഭരണസാരത്തിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് കാലത്തിന്റെ ഭാഗമാണ്. ഇന്ന് പരിചിതമായ മുഖങ്ങളുണ്ട്, ഷെയ്പ്പുകൾ മാറിയത് കൊണ്ട് അപരിചിതമായ മുഖങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ ചില മുഖങ്ങളെ എനിക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റിയെന്ന് അറിയാം. അതിനെ ആദ്യമേ ക്ഷമതയില്ല. എന്തെന്ന് മാത്രം പറയുക, നിങ്ങളുടെ ഈ ചങ്ങാതി കൂട്ടത്തിന് എൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളുള്ളപ്പോൾ തന്നെ ഈ ചങ്ങാതി കൂട്ടങ്ങൾ ഒരു ആരോഗ്യകരമായ ഒരു സമീപനത്തിലേക്ക് പോവുകയും നിങ്ങളെല്ലാം ഈ കൂടിയിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ സന്തോഷങ്ങൾ അങ്ങോട്ടും മെസ്സേജുകളായ ഫോട്ടോകളൊക്കെയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഇതിൽ അസ്വസ്ഥമാകുന്ന ഒരു വിഭാഗം ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കൾ. അതുകൊണ്ട് ഞാനെൻ്റെ കണ്ണുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അസ്വസ്ഥമായ രണ്ട് വിഭാഗങ്ങൾ, അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരിക്കലും ഈ വിഷയങ്ങളെ വലിച്ചെടുക്കും. അത് ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് സ്ഫോടനാത്മകമായ ഭാഗങ്ങളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളെ ആരോഗ്യപരമായി കണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ കൂട്ടം മുന്നോട്ട് പോകണം. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഒരിക്കൽ കൂടെ ഞാൻ രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങളുടെ പഠന കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ അധ്യാപകരോട് നിങ്ങളും പരുഷമായിട്ടും നിങ്ങൾ വേദനയുളവാക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് അവരുടെ ആത്മാർത്ഥതയുടെ ഒരു ഭാഗമായി മാത്രം നിങ്ങൾ കാണുന്നു. അതൊരിക്കലും ബോധപൂർവ്വം ആരെങ്കിലും അവഗണിക്കാൻ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല. അത് ആത്മാർത്ഥതയുടെ ഭാഗമായി മാത്രം നിങ്ങൾ കാണുന്നു. അതിനകത്ത് മറ്റൊരു വേർഷൻ നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങൾ അധ്യാപകരെ ആദരിക്കാൻ കാണിക്കുന്ന മനസ്സെന്ന് പറയുകയാണ്. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഗുരുനാഥന്മാരെ ആദരിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നു. എപ്പോഴും അവരുടെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിൽ ഉണ്ടാകുന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നൽകുക. നമ്മളോട് സംസാരിക്കാനുള്ള സമയമാണ്. താല്പര്യമുള്ള അധ്യാപകർക്ക് മുന്നോട്ട് വരാം. സഹാധ്യാപകരെ, ഞാൻ ഇന്നും ഒരല്പ ടെൻഷനിലാണ്. അത് തന്നെ, ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്
എന്റെ ലാംഗ്വേജ്. ആ ദിവസങ്ങളൊക്കെ സന്തോഷം അത് ഓർത്ത് നോക്കുമ്പോ വളരെ സന്തോഷം. അന്നൊക്കെ വളരെ ടെൻഷനായിരുന്നു. രാവിലെ വരുമ്പോ എനിക്കൊരു പേരൊക്കെ ആ ലാംഗ്വേജിൽ നല്ല ഓർമ്മകൾ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് എന്റെ ആദ്യത്തെ ഡേ, അതായത് 2000 തൊട്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നാലും 2001 തൊട്ടാണ് ഞാൻ റെഗുലറായിട്ട് സ്കൂളിൽ എന്റെ ജോലി തുടങ്ങുന്നത്. അതില് J3 2003 അത് S3 ക്ലാസ്സായി. അപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ കണ്ടപ്പോ ഒരു വല്ലാത്തൊരു സന്തോഷം. അപ്പൊ അതിൽ തന്നെ നമ്മുടെ കൃപാകൃഷ്ണൻ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന തന്നെ കൃപാകൃഷ്ണൻ, അത് ഞാൻ ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ നമ്മളൊക്കെ പോയി വല്ലാത്തൊരു പ്രയാസം തോന്നുന്നതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ മറക്കാത്ത കുറെ ഓർമ്മകളുണ്ട്. അത് ഇപ്പൊ ഇന്ന് അത് വല്ലാതെ എന്നെ വേദനിപ്പിച്ചതാണ്. എന്റെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ അടുത്ത ബാച്ചിൽ വന്ന ഒരു ക്യാൻസി കുക്കു എന്ന് പറയുന്നത്, അപ്പോൾ എപ്പോഴും വല്ലപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ വരുന്നതാണ്. അവിടെ നമ്മളൊക്കെ പോയി അപ്പൊ ഇവരൊക്കെ നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ ഒരു 4 നൂറ്റാണ്ടിന് ശേഷം തിരിച്ച് ചങ്ങാതിക്കുട്ടം എന്ന പേര് ഒന്നിച്ചാകുകയും, എനിക്ക് തോന്നുന്നത് ഈ ഫാമിലി ലൈഫിലുള്ളതിനേക്കാളും ഏറ്റവും നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കുന്നത് ആ അന്നത്തെ സ്കൂൾ ലൈഫാണ്. ഇതുപോലത്തെ ആ ഒരു സ്കൂൾ ലൈഫിൽ കിട്ടുന്ന ഒരു അനുഭവം ഒരിക്കലും നമ്മൾ മരിക്കുന്നത് വരെ കിട്ടില്ല. എനിക്കതാണ് നമ്മൾ എന്നും ഓർത്ത് വയ്ക്കുകയാണ്. നമ്മൾ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുകയും അടിവെക്കുകയും പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ടുള്ള അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇന്നായാലും എനിക്ക് തോന്നുന്നത് ആ ഗ്യാപ്പൊക്കെ തുറന്നെന്നുള്ളതാണ്. ജനറേഷൻ ഇങ്ങോട്ട് വന്നപ്പോ ആ ഗ്യാപ്പൊക്കെ കുറഞ്ഞു. അപ്പൊ നിങ്ങളെ കണ്ടതിലൊക്കെ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഊട്ടി ടൂർ പോയിട്ട് വന്ന ആ ഒരു ട്രിപ്പ് കുറെ പേരുണ്ടാവും. ആരൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റില്ല. ഇപ്പോഴും ഒരു ടൂർ പോകണമെന്ന് പറഞ്ഞാലും ഒണ്ടേ നമ്മൾ തിരുവനന്തപുരം വരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും എനിക്ക് വരുന്ന ഒരു ആദ്യത്തെ അനുഭവം, ആ ഒരു മറക്കാത്ത ഒരു അനുഭവം അതാണ്. പാലക്കാട്ടിന്റെ അടുത്ത് ബസ് ആക്സിഡന്റ് ആവുകയും പിന്നെ വേറെ ബസ്സൊക്കെ അതില്ല. നമ്മളെ ഇതിന്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു ടെൻഷനാണ്. ഈ കുട്ടികൾ അത്രയും എങ്ങനെയെങ്കിലും പെട്ടെന്ന് സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബസ്സിലാണ്. അന്ന് അവര് ആഘോഷിച്ച ആഘോഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു സയ്യദ ചെയ്തിട്ടില്ല. അന്ന് പാട്ട് പാടി ആ പാട്ടൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു കൂട്ടം നല്ല ഓർമ്മകൾ നിങ്ങൾക്കും ഞങ്ങൾക്കും ഉണ്ടായ ഒരു ബാച്ചായിരുന്നു. അപ്പോ അതില് വലുത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് വൈസ് അല്ലാതെ നിങ്ങൾ S1 തൊട്ട് S6 വരെ ഒന്നിച്ചുകൂടി ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് ആവുകയും ഈ ഒരു ചങ്ങാതി കൂട്ടം ഇതിൽ നിൽക്കാതെ ഇനി വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറണം. അത് പറ്റും. ഇപ്പോ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിൽ ജോലി തിരക്ക് കാരണം അവിടെ എവിടെയായിട്ട് ഇരിക്കുന്നവരുണ്ട്. കുറച്ചു പേരൊക്കെ ഈ വീഡിയോ കോളിലൊക്കെ കാണാൻ പറ്റി. അവരൊക്കെ അവിടെ നിന്ന് അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ മുഖത്തിൽ കാണുന്ന സന്തോഷം, നിങ്ങളുടെ മുഖത്തിൽ കാണുന്ന സന്തോഷം, അത് ഇനി നീണ്ട ദിവസങ്ങളിൽ നിൽക്കുകയും ഇത് സമൂഹത്തിന് ഒരു നല്ലൊരു പങ്ക് ഉണ്ടാക്കുന്ന ഒരു കൂട്ടമായിട്ടൊന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകണമെങ്കിൽ ഇതിന് ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ എനിക്ക് എല്ലാവരെയും അറിഞ്ഞൂടാം. അപ്പൊ അവരെത്രയും അഭിനന്ദിക്കുകയാണ്. ഇനി ഇതോടെ നിന്നു പോകാതെ ഇനിയും ഞങ്ങൾ ക്ഷണിക്കുക. ഞങ്ങൾ ക്ഷണിച്ചത് മനസ്സിന്റെ ഉള്ളിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും നിങ്ങളെ കുഞ്ഞുങ്ങളെ കണ്ട് അമ്മച്ചിമാരായിട്ടും അപ്പൂപ്പന്മാരായിട്ടും നീണ്ട കാലം സന്തോഷത്തോടെയുള്ള ഒരു കുടുംബ ജീവിതവും നിങ്ങളുടെ മക്കൾ നല്ല പൊസിഷനിൽ വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴായാലും മാതാ പിതാ ഗുരു ദൈവം. എന്തുകൊണ്ടാണ്
അപ്പനും അമ്മയ്ക്കുമാണ് മക്കൾ എത്രയ്ക്ക് മുകളിലോട്ട് പോകുന്നു സന്തോഷം കൊടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച പിള്ളേർ എത്രയ്ക്ക് അവരുടെ ഫാമിലിയിലെ അവര് നല്ല ഈ ഇതുപോലത്തെ ഈ ആ സന്തോഷമുള്ള മുഖം കാണുമ്പോൾ ഏറ്റവും സന്തോഷപ്പെടുന്നത് ജനങ്ങളെയാണ്. അപ്പൊ ആ ഒരു സന്തോഷം എന്നും നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. 2001 ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടീച്ചിങ്ങിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ തിയേറ്റർ പഠിച്ച് ആ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് ക്ലാസ് റൂമിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ടൈം ഒരു ക്ലാസ് വന്നപ്പോൾ തന്നെ മനസ്സിലായി തിയേറ്റർ പഠിക്കുന്നതും യഥാർത്ഥ ക്ലാസ് റൂമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ പിടിച്ചിരിക്കുന്നത് വേറെ ചില ടാക്ടിക്സ് ഉപയോഗിച്ച് പറ്റുമെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ നിങ്ങളെ ഒരിക്കലും പറയുന്നത് നിങ്ങളെ NSS ക്യാമ്പിനായിട്ട് 6 മണി കഴിയുമ്പോൾ ഇവിടെ 8 മണിയാണ്. പകുതി മനസ്സിൽ വരണോ പറയുന്നത് നമ്മളൊരു ഓട്സിന് നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോൾ 2 ക്ലാസ്സിന് നടത്തുമ്പോൾ 1 ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യും. പകുതി ഞാൻ പഠിച്ച് വിളിച്ചെന്തായാലും വരാമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫേസിലാകുമ്പോൾ നിങ്ങൾ പണ്ട് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന 1-2 പേരെ മുഖം ഒഴിച്ച് ബാക്കിയെല്ലാം പഴയ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ആ ഒരു അവിടെ മൊബൈലിലേക്ക് ഗാലറി കാണിക്കുന്നത് അതുപോലെ തന്നെ ഫേസ് ആദ്യം പെട്ടെന്ന് ചെറിയ വ്യത്യാസം തോന്നിയെങ്കിലും നിങ്ങളെല്ലാവരും അതുപോലെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നവരാണ്. ഇത് ഒന്നുകൂടെ വ്യത്യസ്തമാണ്. മുത്തപ്പനൊക്കെ വളരെ മാറി അന്ന് വളരെ ബോണസായിട്ട് വളരെ നടിച്ച് മാറി വിദ്യാർത്ഥി വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം ഇതിൽ ചെറിയ മാത്രം ഒരു ബുദ്ധിമുട്ട് തോന്നി. ബാക്കി നിശ്ചയം പറ്റുന്നു ക്ലാസ് റൂമിൽ ഇരിക്കുന്നവരെ തോന്നുന്നു. അപ്പൊ എനിക്കൊക്കെ ഓർമ്മയായിട്ട് തോന്നിയത് നിങ്ങളുടെ മക്കൾക്ക് +2 വന്നു നമ്മുടെ പ്രായം കൂടി സീനിയർ പട്ടികയിലേക്ക് നമ്മൾ ആദ്യത്തെ ചടങ്ങിൽ സാധാരണ കണ്ടിട്ടുള്ള വലിയ പ്രായമുള്ള അധ്യാപകർ കോളേജ് അധ്യാപകരെ ഇപ്പൊ നമ്മളെയൊക്കെ ആദരിക്കുമ്പോൾ മനസ്സിലായി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലായി. ഇപ്പൊ എന്തായാലും ഇന്നയുടെ ക്ഷണിക്കുകയും ഇതില് പങ്കെടുക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യം. പിന്നെ ഇതുപോലുള്ള ചടങ്ങുകൾ തീർച്ചയായും നിങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി പുതുവർഷം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. വളരെയധികം സന്തോഷത്തിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. കാരണം 2001 ഞാൻ സ്കൂളിൽ ആദ്യമായി ജോയിൻ ചെയ്ത് ആ വർഷത്തിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. എല്ലാവരും വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. മുഖമൊക്കെ നല്ല പ്രസന്റ് ആയിട്ട് എല്ലാവരും നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് നല്ല ഒരു സമീപനമാണ് അധ്യാപകരോടും ഉണ്ടായത്. എല്ലാവരും അന്ന് എത്രത്തോളം സ്നേഹം അധ്യാപകരോടുണ്ടോ അതുപോലെ തന്നെയാണ് ഇന്നും അവരുടെ പെരുമാറ്റവും രീതികളും. അപ്പോൾ എല്ലാവരും ഒത്തിരി പേരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ജീവിത രീതികളാണ് അവർ ആയിരിക്കുന്നത്. നിങ്ങൾ ഏത് ജീവിത രീതി സാഹചര്യത്തിലായിരിക്കുന്നു നല്ല സംതൃപ്തമായിട്ട് അതോടൊപ്പം തന്നെ നല്ല സന്തോഷമായിട്ട് ഇരിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ ക്ഷണിച്ചതിന് നല്ല ഒരു ആദരവ് നൽകിയതിന് അതുപോലെ തന്നെ S1 മുതൽ S6 വരെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം നല്ലൊരു 2026 ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവരെയും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം. ഈ പറഞ്ഞതുപോലെ പ്രമോദ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഓർത്തു കാര്യമോ വേണ്ടയോ എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോ ദീപു വളരെയധികം നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചേച്ചി വന്നേ പറ്റുള്ളൂ. ദീപു എന്റെ കസിനാണ്, എന്റെ മാമന്റെ മോനാണ്. ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് S2 ക്ലാസ്സിൽ. അപ്പൊ ദീപു പറഞ്ഞു എന്തായാലും വന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ വരാൻ തീരുമാനിച്ചത്. പക്ഷെ വന്നപ്പോ എനിക്ക് അങ്ങനെ എന്തെങ്കിലാത്തൊരു സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട സത്യരാജിനെയും ഷിബുവിനെയും പ്രദീപിനെയും ഷാൻ അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പഴയ ഷാൻ, പിന്നെ പ്രേസി, നമ്മുടെ സുശീല, എല്ലാരെയും കണ്ടപ്പോ എന്തെങ്കിലാത്തൊരു സന്തോഷം. അജയ് രാജ, ഷിബു എല്ലാവരും ഓർമ്മയുണ്ട്. പിന്നെ എല്ലാവർക്കും സന്തോഷപൂർണമായ ഒരു 2026 ആശംസിക്കുന്നു. പിന്നെ എല്ലാവരും നമ്മളെല്ലാവരും സന്തോഷമുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷമുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ
എന്ന് ആശംസിച്ചുള്ളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ജോർജ് സാറാണ് സാർ നമ്മളോട് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, എൻ്റെ സഹപ്രവർത്തകരായ കുട്ടികളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ട എന്ന് ഇരിക്കുകയാണ്. കാരണം ഇടയ്ക്ക് 4 ക്ലാസ് പഠിപ്പിച്ചതാണ്. അപ്പോൾ സംസാരം വീണ്ടും കൊണ്ടുവന്നത് വേണ്ടായെന്നിലേക്ക് ഇരിക്കുകയാണ്. ദിവസമാണ് വീണ്ടും വന്നത് ഒഴിവാക്കാമെന്ന് വിളിച്ചതാണ്. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സന്തോഷ് സാർ പറഞ്ഞതാണെങ്കിലും സാബു സാർ പറഞ്ഞതാണെങ്കിലും സത്യൻ സാർ പറഞ്ഞതാണെങ്കിലും പ്രിൻസിപ്പൽ പറഞ്ഞതാണെങ്കിലും അതിനകത്തെല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം സാഹചര്യങ്ങളെല്ലാം ഒത്തിരി മാറിപ്പോയി. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് കൈകാര്യം ചെയ്ത് നിങ്ങൾ കൂടെ ചേർന്നാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആണ് എന്നുള്ള ഒരു 2 ടിപ്പ് ഞാൻ പറഞ്ഞ അവസാനത്തായിരുന്നു അതിൻ്റെ പോകുന്നു. ആദ്യം സത്യരാജ് പറഞ്ഞ കാര്യം സംശയമുണ്ട്. കാരണം ആ വർഷം ഞാൻ മനുഷ്യത്തിൽ പോയിട്ടില്ല, ഈ നോക്കിയിട്ട് പോയിട്ടില്ല. അതിന് ആവശ്യം പോയിട്ടില്ല. അപ്പൊ അതൊരു സംശയം നമ്മുടെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേര് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ആശംസ വേണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചങ്ങാതി കൂട്ടം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ആ പേര് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന നമ്മുടെ നന്മയും തിന്മയും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സുഹൃത്ത് നമ്മളെയും കാണും. അപ്പൊ നമ്മുടെ ഉന്നമനമാണെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ സുഖമായാലും ദുഃഖമായാലും എല്ലാം നമുക്ക് സുഹൃത്ത് അറിയാൻ പറ്റും. പിന്നെ മനസ്സിന്റെ കണ്ണാടി മുഖം എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിന്റെ കണ്ണാടി മുഖം എന്ന് പറയുന്നത് നമുക്ക്, പക്ഷെ ഇപ്പൊ പറയുന്നത് മനസ്സിനെ മറയ്ക്കുന്ന മുഖം എന്ന് പറയുന്നത്. മനസ്സിന്റെ കണ്ണാടി മുഖം എന്ന് പറയുമ്പോൾ നിങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്കിപ്പോഴത്തെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും കഴിവാണ്. ക്ലാസ്സിൽ വരുമ്പോൾ 60 കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും മുഖത്തോട്ട് നോക്കുമ്പോൾ ആ മുഖം ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും. ആ മനസ്സിനകത്ത് എന്താണ് എന്ന് ഞങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങളുടെ മക്കളുടെ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ മക്കളുടെ ആണെങ്കിലോ ഭർത്താവിന്റെ ആണെങ്കിലോ ഭാര്യയുടെ ആണെങ്കിലോ അല്ലെങ്കിൽ ബന്ധുക്കളാണെങ്കിലോ മുഖം നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സ് വായിക്കാൻ പറ്റും. ആ രീതിയിൽ എത്തണം. കാരണം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന മുഖമാണ്. എത്ര മറച്ചു വെച്ചാൽ മനസ്സ് പിടി വരും. ഒരു ലഹരി ഉപയോഗിക്കുന്നതാണെങ്കിലും മറച്ചു വയ്ക്കാൻ പറ്റും, എന്നാലും അത് പുറത്തു വരും. പിന്നെ സാധു പറഞ്ഞൊരു കാര്യമായിട്ട് ഓർമ്മിച്ചത് പറയുകയാണ് ഈ ഗ്രൂപ്പ് നിലനിർത്തി കൊണ്ടുപോകുന്ന കാര്യം. അത് സാറ് പറഞ്ഞത് പല എക്സ്പീരിയൻസ് എന്നാണ്. ഞങ്ങൾക്ക് പല ബാച്ചുകളിൽ നിന്ന് പല എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് മനസ്സിലായ ഒരു കാര്യമാണ്. രണ്ട് കാര്യം 2 ടിപ്സ് പറയാൻ ചെയ്യേണ്ട കാര്യം. പ്രത്യേകിച്ച് ജെൻസ് ആണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ചിലപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ഒരു ശീലം കാണുമായിരിക്കും. 8 മണിക്ക് ശേഷം ഒന്ന് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക അങ്ങനെയുണ്ട്. കാരണം ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ മെസ്സേജ് വ്യക്തി കാണില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് കയറരുത്. ഇനിയാണ് ഗ്രൂപ്പ് കയറരുത്. കാരണം ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ ഗ്രൂപ്പാണ്. അപ്പൊ അതൊന്നും തന്നെ കഴിയുന്ന ആളെ ഒഴിവാക്കണം. ഒരു പ്രശ്നങ്ങൾ കുറഞ്ഞു ചെയ്യും. അതൊന്നും ഒരിക്കലും കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാളിന് മാത്രമായി ഗുഡ് മോർണിംഗ് എന്ന് വായിക്കുന്ന സ്വഭാവം ഒരിക്കലും അതെന്താ ഒരാൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആയി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് 200-300 പേര് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 300 പേർക്ക് പ്രസിഡന്റ് അയക്കാൻ കുഴപ്പമില്ല, ഗ്രൂപ്പിനകത്ത് അയക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒരാൾക്ക് മാത്രമായിട്ട് ഇനി ഗുഡ് മോർണിംഗ് അയക്കരുത്. അങ്ങനെ വന്നാൽ അതൊക്കെ പ്രശ്നം. അങ്ങനെയൊക്കെ മാത്രമേ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ തുടർച്ചയായിട്ട് ഞങ്ങൾ പറയുകയാണ്. പണ്ട് 2000 പഠിപ്പിച്ചത് തുടർച്ചയായിട്ട് ബോഡി പറയുന്നില്ല, എന്നാലും ശരീരം ആരോഗ്യം പറയും. നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും. നല്ല ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യില്ല. പിന്നെ നമ്മുടെ WHO പറയുന്നത് പോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, എന്തെങ്കിലും വച്ചുവരുത്തിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. ഓരോ പ്രാവശ്യം കഴിക്കുമ്പോൾ ആ പ്ലേറ്റ് 4 ഒരു പാത്രം മാത്രം കാർബോഹൈഡ്രേറ്റ് അരി ആധാരം, ഒരു പാത്രം മാത്രം പ്രോട്ടീൻ, ഒരു പാത്രം പച്ചക്കറി, ഒരു പാത്രം പ്രോട്ടീൻ. അങ്ങനെ 4 എണ്ണയാണ് WHO പറയുന്നത്. 2 ലിറ്റർ വെള്ളം ഇത്രയായി. പിന്നെ നമുക്ക് കൃത്യമായ എക്സർസൈസ് ഇത്രയും ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം കിട്ടും. പക്ഷെ ആരോഗ്യമുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ്. ആരോഗ്യമുള്ള മനസ്സ് വേണമെങ്കിൽ നമ്മൾ ചോദിക്കണം, നമ്മൾ എപ്പോ സന്തോഷിക്കുന്നു വെച്ചാൽ നമ്മൾ എപ്പോ സന്തോഷിക്കും? നമ്മൾ എപ്പോ സന്തോഷിക്കുന്നു വെച്ചാൽ എപ്പോ സന്തോഷിക്കും? ഇപ്പൊ സന്തോഷിക്കുന്നു. എപ്പോ ചോദിച്ചാലും നമ്മൾ പറഞ്ഞു ഇപ്പൊ സന്തോഷിക്കുന്നു. കാരണം നമുക്ക് ഇന്നലെ സന്തോഷിക്കാൻ പറ്റില്ല. കാരണം ഇന്നലത്തെ കഴിഞ്ഞു പോയി. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ചോണ്ടിരിക്കും, ഇന്നലത്തെ കാര്യം ആലോചിച്ചോണ്ടിരിക്കും. ഇന്നലെ അത് പറ്റിയില്ല, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഡിപ്രഷനായി. അപ്പൊ നമുക്ക് നെഗറ്റീവ് ഹോർമോൺ ഉണ്ടാവും. നെഗറ്റീവ് ഹോർമോൺ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ നടക്കില്ല, സ്ട്രെസ് ആയി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കയറുമ്പോഴത്തേക്കും മോനായിരിക്കും വരുന്നത്. ഈ സ്ട്രെസ് നമ്മൾ മോനിന് കൈമാറും, സ്ട്രെസ് കൈമാറും. സ്ട്രെസ് ഇങ്ങനെ കൈമാറി കാരണം അതറിയില്ല. നമ്മൾ ഒരു സ്ഥലത്തിന് സ്ട്രെസ് കിട്ടും. നമുക്ക് ചെയ്യേണ്ടത് എവിടെ നിന്ന് നമുക്ക് സ്ട്രെസ് കിട്ടിയാൽ നമ്മൾ തന്നെ കളയും. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത്
എന്തെങ്കിലും അധ്വാനിക്കുന്ന ജോലികൾ ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് സ്ട്രെസ് പറയും. വേറെ ഒരു വഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് കൈമാറും. ഇപ്പൊ നമ്മൾ മോനെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ മോളെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളെ വഴക്ക് പറയുന്നു, അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് മാറും. പക്ഷെ അത് കൈമാറിപ്പോയി അപ്പുറത്തെ ആളിനെ കിട്ടി. നമ്മൾ ഒരിക്കലും കൈമാറരുത്. നമ്മൾ പ്രകൃതിയിലോട്ട് വിടണം. പ്രകൃതി വിടാൻ വേണ്ടി നമുക്ക് ചെയ്യുന്ന എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്റർ നടന്നാൽ മതി. ഏതൊരു പരസ്യം കണ്ട് ഏതൊരു ഭർത്താവ് ഭാര്യയെ തുടങ്ങിയിട്ട് എത്ര കിലോമീറ്റർ നമ്മൾ പറയുന്നു പറയുന്നത്. കാരണം സ്ട്രെസ് കുറയ്ക്കാൻ. അപ്പൊ നമുക്ക് സ്ട്രെസ് ഒരിക്കലും വെച്ചേക്കരുത്. സ്ട്രെസ് അടുത്തൊരാളിനെ കൈമാറരുത്. പകരം നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതിയിലോട്ട് വിടണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോൾ സന്തോഷിക്കുന്നത് നമുക്ക് ഇപ്പം തന്നെ സന്തോഷിക്കണം. ഇന്നലെ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നാളെ നമുക്ക് ഈ ഓഡിറ്റോറിയം ഇരിക്കുമ്പോഴത്തേക്ക് നാളത്തെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നാളത്തെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്ന ആൻസൈറ്റി ആയി ബുദ്ധിമുട്ടായി. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഹോർമോൺ വരും. പിന്നെ അതും നമുക്ക് പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നത് എപ്പോഴും പ്രസന്റ് ജീവിക്കാൻ ശ്രമിക്കണം. അതായത് ഇപ്പൊ ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ MLA വരുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം മുന്നിൽ നിന്ന് സംഘടിപ്പിച്ചവരുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ ഇവിടെ വന്നെത്തിയവര്, വന്നെത്താൻ കഴിഞ്ഞെങ്കിൽ മനസ്സുകൂടെ എത്തിയവരുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രത്യേക അഭിനന്ദനം. നമ്മുടെ രഞ്ജുവിന്റെ കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. ഈ രഞ്ജു എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഊർജ്ജമാണ്. നമ്മളെ ഏതുവരെ നമുക്ക് പഠിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് മരണം വരെ പഠിക്കാം. അപ്പൊ മരണം വരെ പഠിക്കുക. അത് നമുക്ക് വീട്ടമ്മമാരാണെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സുകളുണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കാം, കൃഷി പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ രഞ്ജു നമുക്ക് എന്തൊരു ഊർജ്ജമായിരിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനം ഔപചാരികതയൊന്നും ഇല്ലാതെ ആദ്യമേ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും നമസ്തേക്കുന്നു. നിങ്ങൾ എത്ര വയസ്സായാലും ഞങ്ങൾക്ക് അധ്യാപകർക്ക് എന്നും കുട്ടികളെന്ന് പറയാൻ മാത്രമേ പറ്റൂ. നിങ്ങളെ കാണുന്നതും നിങ്ങൾ എത്ര വയസ്സിൽ ചെന്നാലും നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കുട്ടിയെന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വിദ്യാർത്ഥി സംഗമത്തിന് നിൽക്കുന്നത്. വരണം എന്നാദ്യം കരുതിയതല്ല. തൊട്ടു മുമ്പ് ഒരു കാഴ്ചയെ വിളിച്ചിരുന്നു. ഞാൻ വിളിക്കാൻ സാധിക്കുന്നു. ഈ ആൾക്കൂട്ടം എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഒഴിഞ്ഞതാണ്. പിന്നെ എനിക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടം താഴെ ഉൾപ്പെടുന്ന ഒരു കൂട്ടം കുട്ടികൾ ഇതിന്റെ പുറകെ നിന്നുള്ള പരിശ്രമം കണ്ടപ്പോൾ വന്നില്ലായെങ്കിൽ എനിക്ക് തന്നെ ഉള്ളിലൊരു കുറ്റബോധം പിന്നീട് പോകുന്നു എന്ന് തോന്നിയതുകൊണ്ട് വന്നതാണ്. ബോധമെന്ന പേരിലോ സത്യമെന്ന പേരിലോ ഒരാളുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഓർക്കുക. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ തിയേറ്ററിൽ ചെന്ന സിനിമ കാണാൻ ഇരിക്കുമ്പോൾ അവിടെ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വെളുത്ത പ്രതലം സ്ക്രീൻ കാണും. അത് കഴിഞ്ഞിട്ടാണ് സിനിമ. അതിലാണ് നമ്മൾ ബാക്കി കാണുന്നത് മുഴുവനും. സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ സ്ക്രീൻ ഇല്ല. 2.5 മണിക്കൂർ കടന്നു പോകുന്ന രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള അതേ രംഗങ്ങൾ തന്നെയായിരിക്കും സ്ക്രീനിലും കഴിയുക. പക്ഷെ സിനിമ കണ്ട് അവസാനിക്കുമ്പോഴത്തേക്കും സിനിമ തീർന്നു, സ്ക്രീൻ അതുപോലെയുണ്ട്. സ്ക്രീനിൽ യാതൊരു വ്യതിയാനം സംഭവിച്ചില്ല. സിനിമയിൽ നടന്ന രംഗങ്ങൾ സങ്കടനാകട്ടെ, പ്രണയമാകട്ടെ, ദുഃഖം ഉള്ള അവസ്ഥയാകട്ടെ, അതൊന്നും ആ സ്ക്രീനിനെ ബാധിക്കാതിരിക്കുന്നത് പോലെ നമ്മളെയും ഉള്ളിന്റെ ഉള്ളിൽ ബാധിക്കാതിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതിനാണ് പലരും പല പേരിട്ട് വിളിക്കും. അതൊരു സാക്ഷി ഭാവത്തിൽ നിങ്ങൾ തിയേറ്ററിൽ കസേരയിൽ എന്ന സിനിമ കണ്ടതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളെയും അങ്ങനെ ഒരു സാക്ഷി ഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പല വാക്കുകളിൽ വരുന്ന നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളായാലും സന്തോഷമായാലും സന്തോഷത്തിൽ അമിതമായിട്ട് ആഹ്ലാദിക്കാതെയും വിഷമത്തിൽ ആണ്ടുപോകാതെയും നമുക്ക് ഇരിക്കാൻ സാക്ഷി രൂപത്തിൽ ഇരിക്കാൻ കഴിയും എന്ന ഒരു ചിന്ത ഏത് ഘട്ടത്തിലും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും നോക്കാൻ കഴിഞ്ഞാൽ അതുണ്ടാക്കി തരുന്ന ഒരു സംതൃപ്തി, സമാധാനം, സ്വസ്ഥത, ശാന്തി ഒരു ഇടത്തൊന്നും കിട്ടില്ല. അവരുടെ ഉള്ളിൽ നിന്ന് മാത്രമേ കിട്ടൂ. അങ്ങനെ ഉള്ളിൽ ഒരാൾ ഇരിക്കൊണ്ട് എന്ന ചിന്ത ഇപ്പോഴും ഓർക്കുക. ഈ 2026 വർഷം നിങ്ങൾക്കും എല്ലാവർക്കും സുഖവും സമൃദ്ധിയും ജഗദീശ്വരൻ വേണ്ടുവോളം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സന്തോഷത്തോടെ ഉള്ളിലുള്ള ആള് അയാളുടെ സഹായത്തോടെ നല്ല സന്തോഷത്തോടെ ഇരിക്കുകയായി എല്ലാത്തിനും ഒരു സമഭാവനയോടെ സ്വീകരിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ വിൻസൻ സാർ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഏകദേശം 10 വർഷമായിട്ട് നമ്മുടെ കോവളം നിയോജക മണ്ഡലത്തിൽ
ഇവിടുത്തെ ഏതൊരു ആവശ്യത്തിനും സാധാരണക്കാരനായി സാർ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാർ നമ്മൾ ആദരവ് നൽകുകയാണ്. സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി, അതായത് പൊന്നാട അണിച്ച് ആദരിക്കുന്നത് സാറിന് വേണ്ടിയിട്ടുള്ള മൊമെന്റോ നൽകുന്നത് നമ്മുടെ പ്രിൻസിപ്പളായ മരിയൻ സി ടീച്ചറുമാണ്. മൊമെന്റോ നൽകുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ കൂടിയായ മരിയൻ സി ടീച്ചറാണ്. ഒരു കാൽനൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. +2 അന്ന് +1 വിദ്യാർത്ഥികളായി കാഞ്ഞിരംകുളം PKHS ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കാലെടുത്ത് വച്ച നിങ്ങളുടെ ബാച്ച് ആരംഭിച്ചു. നിങ്ങളിൽ പലരും 10ാം ക്ലാസ് വരെയും അവിടെ പഠിച്ചിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അത് സ്കൂളുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഇപ്പോൾ നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടമായി നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടം സ്കൂൾ കാലഘട്ടമാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന്റെ ഊഷ്മളത നിങ്ങളില്ല. കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ തന്ത്രശാലികളും എല്ലാമായി മാറി പാലവെട്ടി എല്ലാവർക്കും ഉണ്ടാവും. സ്കൂളിൽ അങ്ങനെയല്ല. സ്കൂളിൽ അതില്ല. വളരെ സൗഹാർദ്ദം, എതിർപ്പുണ്ടെങ്കിൽ നേരിട്ട് എതിർത്ത് അങ്ങനെയെല്ലാം സ്കൂളിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ നിങ്ങൾ കാലനൂറ്റാണ്ട് കഴിഞ്ഞെങ്കിൽ സ്കൂളിൽ ചെലവഴിച്ച ഓരോ ദിവസത്തെ കുറിച്ച് വളരെ ഊഷ്മളമായ ഓർമ്മകൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അന്നത്തെ രസകരമായ അനുഭവങ്ങൾ, സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും ഉണ്ടാവും. അന്ന് തല്ലിയ അധ്യാപകരുണ്ടാവും, വഴക്ക് പറഞ്ഞ അധ്യാപകരുണ്ടാവും, നിങ്ങൾ ഇടപ്പേരിൽ വിളിച്ച അധ്യാപകരുണ്ടാവും. നമ്മുടെ സ്കൂളുകളിൽ മുൻകാലം ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് സാറേ. സാറന്മാർക്ക് പേരിടുന്നത് പണ്ട് ആ സാറിന്റെ സ്വഭാവം അനുസരിച്ച് നന്നായി ചൂടായി സംസാരിക്കുന്ന സാറിനെ ചൂടെന്ന് വിളിക്കും. അങ്ങനെ പല വിധത്തിലുള്ള പേരുകളിന്റെ സാറിനെ സാറന്മാരെ സംബന്ധിച്ചിടത്തോളം PKHS-ലാണെങ്കിൽ അവിടെ തന്നെ ആരംഭിച്ച് അവിടെ തന്നെ അധ്യാപക കാലഘട്ടം അവസാനം. സർക്കാർ സ്കൂളുകളിലേക്കാണെങ്കിൽ ഓരോ സ്കൂൾ മാറുമ്പോഴും ഓരോ പേരുമായിട്ടാണ് സാറന്മാര് സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ ഈ അടുത്ത കാലത്തായി അങ്ങനെ സാറന്മാർക്ക് പേരിടുന്നതിൽ കുട്ടികൾ വലിയ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പേരിടുന്ന സമയം പോലുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. പക്ഷേ അന്നത്തെ അധ്യാപകരെ ഇന്നും എത്രമാത്രം നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അനുഭവത്തിനെല്ലാം അറിയാം. ഞാൻ അധ്യാപകരെല്ലാം വളരെ അടുത്ത ഒരു നല്ല ബന്ധമാണ് അധ്യാപകർ കുട്ടികളുമായിട്ടുള്ള. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാൾ ഒരു ബന്ധമാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടി സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അന്ന് അധ്യാപകർ കാണുന്നത്. ഇന്ന് അങ്ങനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാൻ അധ്യാപകർ മുന്നോട്ട് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അന്നൊരു അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കാൻ വിചാരിച്ചാൽ അത് ഏത് രീതിയിലും കുട്ടിയെ പഠിപ്പിക്കുന്നു. ഒരു കാര്യം നന്നായി പഠിപ്പിക്കുക, അത് തല്ലണമെങ്കിൽ തല്ലി, വഴക്ക് പറയണമെങ്കിൽ വഴക്ക് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കും. അതാണ് അധ്യാപകർ. പക്ഷെ ഇന്നാണെങ്കിൽ ഒരു തല്ല് കൊടുക്കാൻ പോലും അധ്യാപകർക്ക് പറ്റാത്ത വിധമായിരിക്കുകയാണ്. ഒന്നുകിൽ ശിശുക്ഷേമ സമിതിയോ ചൈൽഡ് ലൈൻകാരോ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ തന്നെയോ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. പഴയ കാലത്ത് അങ്ങനെയല്ല. അടികൊണ്ട് വീട്ടിൽ പോയാൽ വീട്ടിൽ നിന്നും അടിയും. കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചതുകൊണ്ടാണ് അധ്യാപകർ അടിച്ചത്. ആ തെറ്റ് കാണിച്ചതിന് വീട്ടുകാരുടെ വക ശിക്ഷ വേറെയും. ഇന്നങ്ങനെയല്ല. ഇന്ന് അയ്യോ മോനെ അടിച്ചു, ഇതാ എന്റെ മകനോ മകളോ ഒരു തെറ്റും ചെയ്യുന്നവരല്ല. ഈ പറയുന്ന കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ കുറിച്ച് തന്നെയാണ് കേട്ടോ. നിങ്ങളിപ്പോ എല്ലാം അമ്മമാരും അച്ഛന്മാരുമായിട്ടൊക്കെ മാറി.
നിങ്ങളുടെ അച്ഛനും അമ്മയും സ്കൂളിലെ അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്റെ പരിമിതമായി വരുന്നു എന്നുള്ളതാണ്. എത്ര അധ്യാപകരാണ് പോലീസ് സ്റ്റേഷനിൽ കോടതി കയറിയിറങ്ങുന്നത്, ചെയ്തതൊക്കെ കുഞ്ഞിനെ അടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം രക്ഷകർത്താക്കളും അതുപോലെ തന്നെ നമ്മുടെ പല നിയമ സംവിധാനങ്ങളും വഴി അത് കുറഞ്ഞു വരുന്നു, ഒരു മെക്കാനിക്കലായി മാറുന്നു എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പഴയകാല കൂട്ടായ്മ വീണ്ടും തുടർന്നു കൊണ്ടുപോകാനും നിങ്ങൾ തമ്മിലുള്ള ആ വ്യക്തിബന്ധം ഒരു സംഘടനയുടെ രൂപത്തിൽ ആക്കി മുന്നോട്ട് പോകാൻ തയ്യാറാക്കി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഏറെ വൈകി നമ്മളൊരു യാത്ര ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിൽ നിങ്ങളോട് എല്ലാവരും ഞാൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. കൂട്ടായ്മ സംഘടിപ്പിക്കാനായിട്ട് മുൻകൈയെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൽ എന്നെ ക്ഷണിച്ച് അതിനുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് 2002-ലാണ്. ഞാൻ അന്ന് 2002-ലാണ് അധ്യാപകനായിട്ട് പ്രവേശിച്ചത്. പക്ഷേ 2001-ൽ ഞാൻ എൻ്റെ BEd പഠനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ഗസ്റ്റ് എന്ന രീതിയിൽ രാവിലെ 8 മണി മുതൽ വന്ന് 9 മണി വരെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത്. ഞാനതൊക്കെ ഓർക്കുകയാണ്. കാരണം അന്ന് എൻ്റെ വിഷയം പഠിപ്പിക്കാനായിട്ട് ആരും ഇല്ലായിരുന്നത് കൊണ്ട് എന്നെ വിളിച്ച് രാവിലെ 8 മണി മുതൽ 9 മണി വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ബാച്ചാണ് 2002-ൽ ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ ബാച്ചാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കരുത് എന്നൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു ബാച്ച് കൂടെയാണ്. അത് ഞാൻ എൻ്റെ സർവീസിൽ എപ്പോഴും ഓർമ്മിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ഔദ്യോഗിക ജീവിതത്തിൽ എന്തൊക്കെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എനിക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ ബാച്ചിനെ മറക്കാനായിട്ട് കഴിയില്ല. പലരുടെയും മുഖങ്ങളിപ്പോൾ കാണുമ്പോൾ പേരുകൾ ചിലപ്പോൾ മറന്നുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നത് മുഖത്തിനായിട്ട് ഓർമ്മയില്ല. ഞാൻ ആദ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട സാബു സാറ് ജോലൻലാൽ സാറൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെയാണ് ഈ കൂട്ടായ്മകൾ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം ഒരുപാട് ഇത്തരം കൂട്ടായ്മകളിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടുകൂടിയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് ഞാൻ പഠിപ്പിക്കുന്ന വിഷയം കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ രീതിയിൽ തന്നെ ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. പഠിപ്പിച്ചതിന് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു വാക്കായിരിക്കും കെമിക്കൽ ബോണ്ട്. ഓർമ്മ ഉണ്ടല്ലോ, ഒരു കെമിക്കൽ ബോണ്ട് നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ അകന്നു പോയാലോ അടുത്ത് പോയാലോ ആ കെമിക്കൽ ബോണ്ട് നിലനിൽക്കില്ല. അപ്പോൾ കീപ് ആൻഡ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ തമ്മിൽ എപ്പോഴും ആരോഗ്യകരമായ ഒരു അകലം സൂക്ഷിക്കുക. എങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ നിലനിന്ന് പോകുകയുള്ളൂ. ഇടയ്ക്ക് വായിച്ച അതുപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുക. ഒരു പെൻസിൽ പഠിപ്പിക്കുന്ന 5 ജീവിത സത്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ല. വ്യത്യസ്ത തരം പെൻസിലുകളുണ്ട്. ഓരോ പെൻസിലും നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനായിട്ട് വ്യത്യസ്ത തരം പെൻസിലുകൾ ഉണ്ടാക്കുന്നത് ഓരോ പർപ്പസോടുകൂടിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനും ഒരു പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ആ സത്യം നമ്മൾ മറന്നുപോകുന്നത്. അപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ടായിരിക്കുന്നതാണ്. അത് സൃഷ്ടിതാവായ ഒരു വ്യക്തി നമ്മെ ഒരു പർപ്പസോടുകൂടിയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പർപ്പസ് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുക. ഒന്നാമത് പെൻസിൽ പഠിപ്പിക്കുന്ന ജീവിത സത്യമാണ്. നമ്മൾ ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ആളാണ്. നമ്മളെപ്പോലെ വ്യക്തിത്വമുള്ള മറ്റൊരാളില്ല. ആ വ്യക്തിത്വം നമ്മൾ നിലനിർത്തി ആ പർപ്പസ് മനസ്സിലാക്കി ജീവിക്കുക. 2, പെൻസിലിൽ ഉപയോഗമുള്ള ഭാഗം അതിൻ്റെ പുറമല്ല, അതിൻ്റെ ഉൾഭാഗം. നമ്മുടെ ജീവിതത്തിലും പുറം കോടികളിലല്ല നമ്മുടെ മേന്മ ഇരിക്കുന്നത്. നമ്മുടെ പ്രയോജനകരമായ ഭാഗം നമ്മുടെ അകമാണ്. ഉള്ളിൽ നന്മയുള്ളവരായിട്ട് ജീവിക്കുക പെൻസിൽ പഠിപ്പിക്കുന്ന 2ാമത്തെ ജീവിത സത്യമാണ്. 3,
ഈ പെൻസിൽ ഉപയോഗപ്രദമാകണമെങ്കിൽ അതിൻ്റെ പുറം ഭാഗം ചെത്തി വെടിപ്പാക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില ചെത്തി വെടിപ്പാക്കലുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ചിലപ്പോൾ വേദനാജനകമായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും, അത് സന്തോഷകരമാകാം, വേദനയാകാം, ഇതെല്ലാം പർപ്പസ്ഫുള്ളി നമ്മെ പ്രയോജനകരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ തകർന്നു പോയേണ്ടതല്ല നമ്മൾ. അത് തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്കായാണ് എന്ന് പെൻസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത്, പെൻസിൽ കൊണ്ട് എഴുതുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത് തെറ്റ് സംഭവിച്ചാൽ അത് മായ്ച്ച് തിരുത്താനുള്ള അവസരമാണ്. ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അവിടെ നമ്മൾ തെറ്റിൽ വീണുപോകേണ്ടതല്ല, അല്ലെങ്കിൽ അതിൽ നിരാശപ്പെടേണ്ടതല്ല. ഈ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ജീവിതത്തിലുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് പലരും ജീവിതമൊക്കെ അവസാനിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും തിരുത്തുവാനുള്ള അവസരമുണ്ട് എന്ന് പെൻസിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായ ഒരു കാര്യം കൂടെ, ഈ പെൻസിൽ കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരു നല്ല ചിത്രകാരന്റെ കൈകളിൽ ആ പെൻസിലുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ജീവിതത്തിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ പ്ലസ് ടു എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഫീസൊന്നും അടങ്ങില്ല, ഫ്രീ ആണ്. അങ്ങനെ ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായി നമുക്ക് തീരുമാനിക്കാനുള്ള അതോറിറ്റിയൊന്നുമില്ല. അന്ന് ഞങ്ങൾ ഈ ക്ലാസ് ഒക്കെ തീർന്നെങ്കിൽ എങ്ങനെയെങ്കിലും വെളിയിറങ്ങി ക്രിക്കറ്റ് കളിക്കാം, അല്ലെങ്കിൽ ലാബ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ കറങ്ങാൻ പോകാമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾ ഇന്നിപ്പോ ഈ ദിവസം കഴിയരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു 2 വർഷം, 8 പറഞ്ഞാൽ 2ാമത്തെ വർഷം കിട്ടിയ ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടായി. ജീവിതം എങ്ങനെ ജീവനമാക്കാമെന്ന് പഠിച്ചു. ഇപ്പൊ ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ മാത്സ് പഠിപ്പിച്ച് അല്ലെങ്കിൽ സാറിന് വരാൻ കഴിഞ്ഞില്ല. സാറ് പ്രത്യേകം എല്ലാവരും അന്വേഷണം പറയാൻ പറഞ്ഞു. സാറിന് ഈ സമയത്ത് സാറിന് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ സാറുമാരുടെ കാര്യമെടുത്ത ജേക്കബ് സാറായാലും സന്തോഷ് സാറായാലും, ജേക്കബ് സാറിന്റെ കാര്യമെടുത്ത സാറ് വളരെ പാവ ഒരു ക്യാരക്ടറാണ്. ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലാബാസിന്മാരോട് പ്രത്യേകം പറയും, ഇടയിൽ ഞങ്ങൾ പിള്ളേരാണ് കറക്റ്റായിട്ട് സോൾട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം. അതായത് കൽപ്പൂരി ക്യാൻസർ പാവമാണ എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു സാറ് ജേക്കബ് സാറാണ്. അതുപോലെ എന്റെ ജോലിസാണ് സാറ്. നമ്മൾ ലാബിലൊക്കെ പോയി ചെടി കട്ട് ചെയ്യുമ്പോഴും ബ്ലേഡ് കൊണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ അവനെ ചെടിക്ക് വേദനിക്കാതെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു സാർ അത്രയും സ്നേഹത്തോടെ നമ്മളെ കണ്ടിരുന്ന സോൾവി ടീച്ചറായാലും അവരെ പാറ്റ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണമെങ്കിൽ അതിനെ കട്ട് ചെയ്യാൻ അത്രയും. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരോടും ഇതൊരു നന്ദി പറഞ്ഞ് ഞാനൊരു അവസാനമായി പറയുന്നില്ല. ഇന്നിവിടെ വന്ന് ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ ഈ സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം നന്ദി പറയുന്നു. വന്നതിനൊക്കെ ഇതിനുവേണ്ടി പ്രയത്നിച്ച സംഘത്തിനും എല്ലാവർക്കും നന്ദി. ഈ ഒരു കൂട്ടായ്മ ഇതുപോലെ തന്നെ ഇനിയും വളരെ മുന്നോട്ട് പോട്ടെ. സാർ പറഞ്ഞ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യണം. 8 മണി കഴിഞ്ഞാൽ വാട്സാപ്പിൽ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയക്കരുത്. അതുപോലെ എന്റെ സഹോദരി മനോട് പറയാനുള്ളത്, ഭർത്താവ് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂടിന്റെ പുറത്തോ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞാൽ അന്ന് ഒരു അരമണിക്കൂറിലേക്ക് തിരിച്ച് മറുപടി പറയാതിരിക്കുക. കാരണം ആണെന്ന് സാബു സാർ പറഞ്ഞ പോലെ വളരെ സ്ട്രെസ്സിലൂടെ പോകുന്ന ഒരു കാലമാണ്, സമയമാണ്. പ്രത്യേകിച്ച് 40 കഴിഞ്ഞു. അനുസാറ് പറഞ്ഞ 45 ആയെങ്കിൽ 40 കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് 41 അപ്പൊ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ എന്റെ സഹോദരന്മാരോട് പറയുന്നത്, കുടുംബത്തെ കരുതുക, നന്നായിട്ട് പ്രാർത്ഥനയോടെ സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക. അടുത്തതായി നമുക്കൊരു ഫോട്ടോ സെഷനാണ്. S1 മുതൽ S6 വരെയുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സുകാരായിട്ട് മുന്നോട്ട് വന്നാൽ അടുത്ത ഭക്ഷണത്തിന്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. Every time I see your smile, the world feels right just for a while. Like a gentle breeze on a summer day, you take my worries far away. Your love
ഒരു ശോഭനരേഖയായി മാറുമ്പോൾ വീണ്ടും കഴുകി കഴുകി ഉണർത്തി Go! Ha 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 ha. കൈയടിക്ക് എന്തിനാണ് എല്ലാവരും കസേര കളിക്ക് റെഡിയായി നിൽക്കുകയാണ് KG തലത്തിലുള്ള KG to UP. കസേര ആരംഭിക്കുകയാണ്. ആരും പുറകിലോട്ട് ഓടരുത്. കസേരയുണ്ട് കസേരയുണ്ട്. കസേരയ്ക്ക് രണ്ടുപേര് കസേരയ്ക്ക് രണ്ടുപേര് ഓടിക്കോടിക്കോ കസേരയുണ്ട്. ഓക്കെ അയ്യോ ഇരുന്നോളൂ. അയ്യോ തിരിച്ചു വന്നാലും ഓക്കെ ഓക്കെ ഫസ്റ്റും സെക്കൻഡ് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്തയുള്ളത് കസേര കളിക്കാൻ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്ത് ഒരുമ തന്നെ പെരുമ അല്ലേ? ആരാണ് ആദ്യം ഇരുന്നത്? ഒരിക്കൽ കൂടെ നടത്തിയാലോ? പ്രവീൺ പറഞ്ഞാണ് വീട്ടിൽ കൊണ്ടുവന്നത്.
ചെറിയൊരു ഇരുന്നോളൂ, കസേരയുണ്ട്, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ. അയ്യോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയ്യോ ഓടിക്കോളൂ. ഇതാ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എനിക്ക് തന്നെ വേണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടുള്ള ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കസേര എനിക്ക് തന്നെ വേണം. അത് എല്ലാവർക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഓടുകയാണ് ഈ ടീഷയുടെ സ്വന്തം ഒരു യാത്രയാണ് ഇവിടെ. അയ്യോ, കസേര പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കസേരകൾക്ക് വേണ്ടിയുള്ള കളിക്കോളൂ. ഓടുകയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കസേരകൾക്ക് വേണ്ടിയുള്ള ഓട്ടം. അയ്യോ, പുറത്തുപോയി, കുഴപ്പമില്ല. ഓടിക്കോളൂ. എവിടെയൊക്കെ കസേര ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് ഒരു കസേരയ്ക്ക് വേണ്ടി കിട്ടിയിരിക്കുകയാണ് കസേര. കസേരകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കസേര എന്നും എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണ്. താനിരിക്കേണ്ട കസേരയിൽ താനിരുന്നില്ലെങ്കിൽ അവരെ താഴെ വീണിരിക്കുമെന്ന പ്രമാണം വീണ്ടും തെളിയിച്ചുകൊണ്ട് ഇതാ കസേരയ്ക്ക് വേണ്ടി ഡെസ്റ്റിയിലെ ഒരു ഓട്ടമാണ്. കസേര കരസ്ഥമാക്കിക്കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് പഴയ സുന്ദരിമാരുടെ ഡാൻസും ഇവിടെ ഓടിക്കോളൂ. കസേരയില്ല, വീട്ടിൽ പോയിക്കോളൂ. കസേരയ്ക്ക് വേണ്ടിയുള്ള വായ്പോട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കസേര കളിയല്ല സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. രീതിയിലാണ് ഇവരുടെ ഓട്ടം. പാവം ബേഡ്സിയുടെ കസേര നഷ്ടപ്പെട്ടു. മത്സരം ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കസേര കിട്ടാതെ ചിലർ അയ്യോ ഹസീനയ്ക്ക് കസേര കിട്ടാതെ കസേരയ്ക്ക് വേണ്ടിയുള്ള കടപ്പിടുത്തം. കസേര എന്റെ കസേര ഓടുകയല്ല, ഇവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും മത്സരം 6 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. 6 പേർ എനിക്ക് തന്നെ കസേര വേണമെന്ന നിശ്ചയദാർഢ്യമായി മുന്നോട്ട് പോകുന്നുവെങ്കിലും കസേര കിട്ടാതെ സൗമ്യയും പുറത്തേക്ക് പോവുകയാണ്.
ഇതാ മത്സരം 5 കസേരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ വീണ്ടും പാവം സുഗന്ധി മത്സരം സുഹൃത്തുക്കളെ ഇതാ മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഡെസ്ലി മിക്കവാറും പുറത്താണ്. മൊത്തം ഒഴിഞ്ഞു വെച്ചവർ ഇതാ വീണ്ടും 2 കസേരയിലേക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ചു. അതാ 2 ഒച്ചുപോലെ തോൽക്കുന്ന രീതിയിലുള്ള അവസാനം കരുതി കുട്ടികൾ ജയിച്ചിട്ടുണ്ട്. ഇരുന്നോളൂ കസേര എല്ലാവർക്കും ഉണ്ട്. ആരും വിഷമിക്കണ്ട. ആരിപ്പോ പോകണ്ട. എല്ലാവർക്കും കസേരയുണ്ട്. ഓടിച്ചാടി പോകുന്നവരെ നോക്കി ഒരു മുത്തശ്ശന് വിഷമിക്കണ്ട. ഒന്നുകൂടെ ഇരുന്നോളൂ. ഒരാൾക്ക് കസേര കിട്ടത്തില്ല, വിഷമിക്കണ്ട. വേദിയിൽ ഒരുപാട് കസേരകളുണ്ട്. ഏത് അയ്യോ, ഒരു കസേരയുണ്ട്. ഓടിക്കോ. ഓ ബൈജുക്കി ഇരുന്നോളൂ. കസേരയുണ്ട്. വിഷമിക്കണ്ട. റോബി, അജി, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കളിയിൽ വേണ്ട. അയ്യേ, അയ്യോ, ഒരു കസേര തിരിഞ്ഞടക്കുന്ന കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ച മഹാനാണ് ഷാൻ. തിരിഞ്ഞടക്കുന്ന കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. ഇരുന്നോളൂ. റോമി, വിഷമിക്കണ്ട. ആരും ഓടുന്നില്ല. ഗ്യാസൊക്കെ എന്തോ ഓട്ടായതെന്ന്. അയ്യോ, 2 പേര് മാറൂലല്ലോ. ആരാണ് ഓട്ടായത്? 1x show, 3.5x yo, 10x. അയ്യോ, ചേറുണ്ട്. ഒരുപാട് ചേറുണ്ട്. അയ്യോ, ഒരു ചേറിന് വേണ്ടി എങ്ങനെയാണ് പ്രവീണ മത്സരിക്കുന്നത്? ഓക്കെ,
കൊണ്ടേ പോകുമെന്ന് ചിലർ വാശി പിടിച്ചാണ് നോക്കുന്നത്. ഓടിക്കോ ഓടിക്കോ ഓടിപ്പോയിക്കോ. ആവേശകരമായ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദീപ ഒരുപാട് കസേരയുണ്ട്, വിശദിക്കണ്ട. സന്തോഷം നിലച്ചിരിക്കാൻ സമീപിക്കാൻ തുടരുക.